നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. 8 മാസങ്ങൾക്ക് ശേഷം ഞാൻ തിരിച്ചു വന്നപ്പോൾ കണ്ണഞ്ചിപ്പിക്കുന്ന വികസനം കണ്ടു എന്ന് പറയുകയാണ് മമ്മൂട്ടി. മുഖ്യമന്ത്രി ഏറ്റെടുത്തത് വലിയ ഉത്തരവാദിത്വമാണ്. മമ്മൂട്ടിക്കെതിരെ വിമർശനവുമായി കോൺഗ്രസും രംഗത്ത്. വലിയ ഇടവേളയ്ക്ക് ശേഷമാണ് മമ്മൂട്ടി പൊതുപരിപാടിയിൽ എത്തുന്നത്. അതിദരിദ്രമുക്ത കേരളമായുള്ള പ്രഖ്യാപനത്തിലൂടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഏറ്റെടുത്തത് വലിയ ഉത്തരവാദിത്വമാണ് എന്ന് നടൻ മമ്മൂട്ടി പറയുന്നു. 8 മാസങ്ങൾക്ക് ശേഷമാണ് താൻ പൊതുവേദിയിൽ എത്തുന്നത് എന്നും കേരളത്തിന് തന്നേക്കാൾ ചെറുപ്പമാണെന്നും മമ്മൂട്ടി പറയുന്നു. കേരളപ്പിറവി ദിനമായതിനാൽ സന്തോഷമുണ്ട്. ഇനി ദാരിദ്ര്യത്തെ അതിജീവിക്കേണ്ടതുണ്ടെന്നും അതിനായി തോളോട് തോള് ചേർന്ന് നമുക്ക് പ്രവർത്തിക്കാമെന്നും മമ്മൂട്ടി പറയുന്നു. അതിദാരിദ്ര്യമുക്ത സംസ്ഥാനമായി കേരളത്തെ പ്രഖ്യാപിച്ചപ്പോൾ അതിനേക്കാൾ വലിയ ഉത്തരവാദിത്വമാണ് മുഖ്യമന്ത്രി ഏറ്റെടുക്കുന്നത്. അതിദാരിദ്ര്യം മാത്രമേ മുക്തിയോടുകൂടി മാറിയിട്ടുള്ളൂ. ദരിദ്രം നമ്മുടെ മുന്നിലുണ്ട്. അതിനെ എന്നേക്കുമായി അതിജീവിക്കാനുള്ള വലിയ ഉത്തരവാദിത്വമാണ് ഇന്ന് ഏറ്റെടുത്തിരിക്കുന്നത്. ഒരുപാട് പ്രതിസന്ധികൾ കേരളം അതിജീവിച്ചിട്ടുണ്ട്. അത്തരത്തിൽ ദാരിദ്ര്യത്തെ അതിജീവിക്കാനും നമുക്ക് ആകും. 8 മാസമായി ഞാൻ നാട്ടിലുണ്ടായിരുന്നില്ല. ഒരു പൊതുവേദിയിലും പങ്കെടുത്തതുമില്ല. ഞാൻ ഇപ്പോൾ വരുമ്പോൾ കണ്ണഞ്ചിപ്പിക്കുന്ന വികസനങ്ങൾ കാണാനായി. കേരളം പല കാര്യത്തിലും മാതൃകയാണ്. രാജപാതകളും വലിയ കെട്ടിടങ്ങളും നിർമ്മിക്കുന്നതുകൊണ്ട് മാത്രമല്ല നമ്മൾ വികസിക്കേണ്ടത് സാമൂഹിക ജീവിതമാണ്. അതിനായി ദാരിദ്ര്യം പരിപൂർണമായും തുടച്ചു നീക്കപ്പെടണം. അത്തരത്തിലുള്ള സ്ഥലങ്ങൾ അപൂർവമായിട്ടേ ഉള്ളൂ. നമുക്ക് തോളോട് തോള് ചേർന്ന് ദാരിദ്ര്യത്തെ നേരിടാം. അങ്ങനെ ദാരിദ്ര്യത്തെ അതിജീവിക്കാം. ഏത് കണ്ണഞ്ചിപ്പിക്കുന്ന വികസനമുണ്ടെങ്കിലും വിശക്കുന്ന വയറിന് മുന്നിൽ ഒരു വികസനവും വിലയില്ല. ആ വിശക്കുന്ന വയറുകൾ കണ്ടുതന്നെയാണ് വികസനം യാഥാർത്ഥ്യമാകേണ്ടത്. ഇന്നത്തെ ഈ പ്രഖ്യാപനം അതിനുള്ള മാതൃകയാകട്ടെ എന്ന് ആഗ്രഹിക്കുകയാണെന്നും മമ്മൂട്ടി പറയുന്നു. കേരളപ്പിറവി ദിനാശംസകൾ. ഇന്ന് ജനിച്ചവർക്ക് ജന്മദിനവും ആശംസ നേരുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് മമ്മൂട്ടി തന്റെ പ്രസംഗം അവസാനിപ്പിച്ചത്. അതിദാരിദ്ര്യമുക്ത പ്രഖ്യാപനം അടക്കമുള്ള സർക്കാർ പ്രഖ്യാപനങ്ങളെ വിമർശിച്ച് KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ് അതിദരിദ്രമുക്ത പ്രഖ്യാപനം സർക്കാർ പ്രചാരണത്തിനുള്ള ഉപാധിയാക്കിയെന്നും ഇതിനായി കേരളത്തിന് പുറത്ത് 10 കോടി രൂപ പരസ്യത്തിന് ചെലവാക്കിയെന്നും അഡ്വക്കേറ്റ് സണ്ണി ജോസഫ് ആരോപിച്ചു. അതിദരിദ്രമുക്ത പ്രഖ്യാപന സമ്മേളനത്തിൽ പങ്കെടുത്തുകൊണ്ട് മഹാനടന്മാർ സർക്കാരിന്റെ വഞ്ചനയ്ക്ക് കൂട്ടുനിൽക്കരുത് എന്ന് സണ്ണി ജോസഫ് വിമർശിച്ചു. മഹാനടന്മാർക്ക് ഇതേക്കുറിച്ച് വലിയ ധാരണയുണ്ടാകില്ലായിരിക്കാം. തിരക്കുള്ള ആളുകളെയല്ലെന്നും സണ്ണി ജോസഫ് പറയുന്നു. അതിദരിദ്രമുക്ത പ്രഖ്യാപന സമ്മേളനത്തിലേക്ക് നടന്മാരായ കമലഹാസൻ, മമ്മൂട്ടി, മോഹൻലാൽ തുടങ്ങിയവരെയാണ് ക്ഷണിച്ചിരുന്നത്. എന്നാൽ മമ്മൂട്ടി മാത്രമാണ് വേദിയിൽ എത്തിയത്. വ്യക്തിപരമായ അസൗകര്യങ്ങൾ തുടർന്ന് മോഹൻലാലും കമലഹാസനും പങ്കെടുക്കില്ല എന്ന് അറിയിച്ചിരുന്നു. മമ്മൂട്ടി പരിപാടിയിൽ പങ്കെടുത്തു. ഇതിനിടെയാണ് നടന്മാരെ വിമർശിച്ചുകൊണ്ടുള്ള സണ്ണി ജോസഫിന്റെ പ്രതികരണം. സർക്കാർ പ്രഖ്യാപനങ്ങളിലെ കാപട്യം ജനം തിരിച്ചറിയണമെന്നും ക്ഷേമ പെൻഷൻ വർധന പ്രഖ്യാപനവും തട്ടിപ്പാണ് എന്നും സണ്ണി ജോസഫ് പറഞ്ഞു. 2500 രൂപയാണ് പ്രകടന പത്രികയിൽ വാഗ്ദാനം ചെയ്തത്. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് വലിയ വിജയസാധ്യത കാണുന്നുണ്ട്. നിയമസഭാ തെരഞ്ഞെടുപ്പ് ഒരുക്കങ്ങൾ നേരത്തെ തുടങ്ങി. ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ പ്രതികളെ സർക്കാർ സംരക്ഷിക്കുകയാണ്. തുടർ സമരങ്ങൾ ഉണ്ടാകും. തെരഞ്ഞെടുപ്പ് ആയതിനാൽ സമരം നിർത്തുമെന്നും കരുതേണ്ടതുണ്ടെന്നും സണ്ണി ജോസഫ് പറഞ്ഞു. കേരളത്തെ അതിദരിദ്രമുക്തമായി പ്രഖ്യാപിച്ച മുഖ്യമന്ത്രി പിണറായി വിജയൻ പുതിയ കേരളത്തിന്റെ ഉദയമെന്നും ഇത് നവകേരളത്തിലേക്കുള്ള ചവിട്ടുപടിയെന്നും അതിദരിദ്രമുക്ത കേരള പ്രഖ്യാപനത്തെ മുഖ്യമന്ത്രി വിശേഷിപ്പിച്ചിരുന്നു. തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഡിയത്തിൽ നടന്ന ചടങ്ങിലാണ് മുഖ്യമന്ത്രിയുടെ വാക്കുകൾ. ചടങ്ങിൽ നടൻ മമ്മൂട്ടി വിശിഷ്ടാതിഥിയായി. ദരിദ്രാവസ്ഥയെ മറികടന്ന നാടിന്റെ സഹകരണത്തോടെയാണ് ഫലപ്രദമായ ഇടപെടലുകൾ ഇനിയും തുടരണമെന്നും മുഖ്യമന്ത്രി പ്രസംഗത്തിൽ ചൂണ്ടിക്കാട്ടി. കേരളത്തിന്റെ ചരിത്രത്തിൽ ഇന്ന് പുതിയ അധ്യായം തുറക്കുന്നു. ലോകത്തിന് മുന്നിൽ നാം ആത്മാഭിമാനത്തോടുകൂടി തല ഉയർത്തി നിൽക്കുന്നുവെന്നും ആയിരുന്നു മുഖ്യമന്ത്രിയുടെ വാക്കുകൾ. ഈ പ്രഖ്യാപനം തട്ടിപ്പ് അല്ല എന്ന് പറഞ്ഞ മുഖ്യമന്ത്രി നിർഭാഗ്യകരമായ ഒരു പരാമർശം ഇന്ന് കേട്ടുവെന്നും അതിലേക്ക് കൂടുതൽ പോകുന്നില്ല എന്നും കൂട്ടിച്ചേർത്തു. നാടിന്റെ ഒരുമ കൊണ്ടാണ് ഇത് നേടാനായത്. അസാധ്യം എന്ന് ഇനിയെന്ന് ഒന്ന് പറയാനേ കഴിയില്ല. ഓരോ കുടുംബത്തിലെയും അതിദാരിദ്ര്യ അവസ്ഥ മാറുന്നത് മന്ത്രിസഭ വിലയിരുത്തിയിരുന്നു. 4,70,000-ത്തിലധികം വീടുകൾ യാഥാർത്ഥ്യമാക്കി. LDF പ്രഖ്യാപിച്ച ഓരോ വാഗ്ദാനവും യാഥാർത്ഥ്യമാകുന്നു. ഇതിൽ ചാരിതാർത്ഥ്യമുണ്ട്. നമുക്കൊരു ഭൂതകാലമുണ്ട്. അവിടെ നിന്ന് പലവിധ ക്ലേശങ്ങൾ താണ്ടിയാണ് നാം ഇവിടേക്ക് എത്തിയത്. പുതിയ കേരളത്തിനായുള്ള പ്രവർത്തനങ്ങൾക്ക് ഇടതുപക്ഷ സർക്കാരുകൾ നേതൃത്വം നൽകി. കേരള മോഡൽ എന്ന ലോകം വിളിച്ചു. 4 ലക്ഷം വീടുകൾ പൂർത്തിയാകാനായത് നിങ്ങൾ തന്നെ തുടർന്നോളൂ എന്ന് ജനം പറഞ്ഞത് കൊണ്ടാണെന്നും മുഖ്യമന്ത്രി പറയുന്നു. കേരളത്തിന്റെ ഭരണ നേട്ടങ്ങൾ എണ്ണിപ്പറഞ്ഞാണ് മുഖ്യമന്ത്രി സംസാരിച്ചത്. മാതൃ ശിശുമരണ നിരക്കിൽ അമേരിക്കയേക്കാൾ താഴെയാണ് കേരളമെന്നും ഇതാണ് യഥാർത്ഥ കേരള സ്റ്റോറി എന്നും മുഖ്യമന്ത്രി അഭിപ്രായപ്പെട്ടു.
കുന്നുകൂടുന്ന സമ്പത്തല്ല ജനങ്ങൾക്ക് നൽകുന്ന കരുതലാണ് കാര്യം. പ്രസവ ചികിത്സയിലും അമേരിക്കയിലേക്കാൾ മെച്ചമാണ്. ഇന്ത്യയിലെ ഏറ്റവും സന്തോഷമുള്ള ജനത കേരളത്തിലേതും എന്നും മുഖ്യമന്ത്രി പറഞ്ഞു. വികസനം എന്നാൽ അമ്പരച്ചുംബികൾ മാത്രമല്ല. കേരളം പല കാര്യങ്ങളിലും രാജ്യത്തിന് മാതൃകയാണ്. ഡിജിറ്റൽ യൂണിവേഴ്സിറ്റിയും വാട്ടർ മെട്രോയും രാജ്യത്തിന് മാതൃകയാണ്. സ്കൂളുകളിൽ നിന്നുള്ള കൊഴിഞ്ഞുപോക്ക് ഏറ്റവും കുറവ് കേരളത്തിലാണ്. കേരളത്തിന്റെ കോവിഡ് പ്രതിരോധം ആഗോള മാതൃകയായി മാറി. ഇടത് സർക്കാരുകളുടെ പദ്ധതികളും നേട്ടങ്ങളും എടുത്തു പറഞ്ഞുകൊണ്ടാണ് മുഖ്യമന്ത്രി പ്രസംഗിച്ചത്. ആദ്യ ദരിദ്രമുക്ത പ്രഖ്യാപനത്തിൽ എല്ലാവർക്കും അഭിമാനമുണ്ടാകുമെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. ഇത് ആരുടെയും ഔദാര്യമല്ല. ഒരു കുടുംബം പോലും ആഹാരത്തിനായി കൈനീട്ടേണ്ട അവസ്ഥയിലില്ലെന്നും ഉറപ്പാക്കി. വീട് സ്വപ്നമായിരുന്നവർക്ക് അത് യാഥാർത്ഥ്യമാക്കി. ആരും പിന്നിലാകരുത് എന്നാണ് ഈ സർക്കാരിന്റെ മുദ്രാവാക്യം. 2016 LDF സർക്കാർ അധികാരത്തിൽ വരുമ്പോൾ വികസനം മുരടിച്ച നാട് വിറങ്ങലിച്ച അവസ്ഥയിലായിരുന്നു. അവിടെ നിന്നാണ് നാം തുടങ്ങിയത്. LDF സർക്കാരുകളാണ് ക്ഷേമ പെൻഷൻ കൂട്ടിയത്. വാട്ടർ മെട്രോയെ കുറിച്ച് പഠിക്കാൻ വിദേശ രാജ്യങ്ങളിൽ നിന്ന് വരെ സംഘങ്ങൾ എത്തിയെന്നും മുഖ്യമന്ത്രി ചൂണ്ടിക്കാട്ടി. ദുരന്ത സമയങ്ങളിൽ നമുക്ക് കേന്ദ്ര സഹായം ലഭിച്ചില്ല. നാട് തകർന്നു പോകുമോ എന്ന ആശങ്ക ഉയർന്ന ഘടകങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷേ നമുക്ക് അതിജീവിച്ചേ മതിയാകുമായിരുന്നുള്ളൂ. വയനാട് ദുരിതത്തിൽ നമുക്ക് ലഭിക്കേണ്ട സഹായം ലഭിച്ചില്ല. ജനുവരിയിൽ വയനാട് ടൗൺഷിപ്പ് പൂർത്തിയാക്കി ആളുകളെ താമസിപ്പിക്കും. ഒരു പ്രതിസന്ധിക്കും കേരളത്തെ തകർക്കാനാവില്ല. നമുക്ക് മുന്നിൽ അസാധ്യമായി ഒന്നുമില്ല. നമ്മുടെ ഒരുമയെ ആർക്കും തകർക്കാനാകില്ല തുടങ്ങിയ വാക്കുകൾ കൊണ്ട് അമ്മാനമാടുകയായിരുന്നു മുഖ്യമന്ത്രി. ഏതായാലും വേദിയിൽ എന്തായാലും പരിപാടി ഗംഭീരമായിരുന്നു. ഈ ഒരു സാഹചര്യത്തിൽ പരിപാടിക്ക് വേണ്ട എല്ലാ നീക്കങ്ങളും ഒക്കെ നടന്നിരുന്നു. എന്തായാലും മമ്മൂട്ടി വരികയും മമ്മൂട്ടി മുഖ്യമന്ത്രിക്കിട്ട് കണക്കിന് കൊടുക്കുകയും ഒക്കെ ചെയ്തതാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിലെ പ്രധാന ചർച്ച.